Welcome to Focus Area Class. General Principles and Processes of Isolation of Elements. ഈ ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എല്ലിംഗ്ഹാം ഡയഗ്രാം? എന്താണ് എല്ലിംഗ്ഹാം ഡയഗ്രാം? എല്ലിംഗ്ഹാം ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്, ഒരു പ്ലോട്ടാണ്. വൈ ആക്സിസിൽ നമ്മൾ ΔG0 എടുക്കുന്നു. ΔG0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് എന്നാണ് നമുക്കറിയാം. എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ടെമ്പറേച്ചറാണ്. ഈ ഗ്രാഫ് ആർക്കൊക്കെ വേണ്ടി വരയ്ക്കാം? മെറ്റൽ ഓക്സൈഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ് വരയ്ക്കാറുള്ളത്. അയൺ ഓക്സൈഡ് FeOക്ക് വരയ്ക്കാം, Fe2O3 എന്നുള്ളതിന് വരയ്ക്കാം, Fe3O4 എന്നുള്ളതിന് വരയ്ക്കാം, അലുമിനിയം ഓക്സൈഡ് Al2O3, മഗ്നീഷ്യം ഓക്സൈഡ്, ഇങ്ങനെ മെറ്റൽ ഓക്സൈഡുകൾക്ക് വേണ്ടിയിട്ട് ഈ ഗ്രാഫ് വരയ്ക്കാം. മെറ്റലുകൾക്ക് വേണ്ടിയിട്ടും ആവാം. ഇപ്പം മെറ്റൽ ഓക്സൈഡുകൾക്ക് വേണ്ടി ഈ ഗ്രാഫ് വരയ്ക്കാം, മെറ്റലുകൾക്ക് വേണ്ടിയിട്ടും ആവാം. നോൺ മെറ്റൽ ഓക്സൈഡ്സും ആവാം. നോൺ മെറ്റൽ ഓക്സൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രാഫുമാണ്. എന്തായാലും ഓക്സൈഡുകൾ, പൊതുവേ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ മെറ്റൽ, ഇവയുടെ ΔG0യും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് എല്ലിംഗ്ഹാം ഡയഗ്രാം. ഇറ്റ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ΔG0 ആൻഡ് ടെമ്പറേച്ചർ ഫോർ മെറ്റൽസ് ഓർ മെറ്റൽ ഓക്സൈഡ്സ്. നോൺ മെറ്റൽ ഓക്സൈഡ്സും ഇതിൽ ഉൾപ്പെടാം എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം. പൊതുവെ ഇങ്ങനെയാണ് പറയാറുള്ളത്. ഇപ്പം ΔG0യും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് എല്ലിംഗ്ഹാം ഡയഗ്രാം എന്ന് പറയുന്നത്. ΔG0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. വേണമെങ്കിൽ ഒന്ന് എഴുതാം. ΔG0 ഈസ് എന്താണ്? സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. ഫ്രീ എനർജി ചേഞ്ച്. ആൻഡ് T ഈസ് ദ ടെമ്പറേച്ചർ. T എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഇപ്പം ΔG0യും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് എല്ലിംഗ്ഹാം ഡയഗ്രാം. എല്ലിംഗ്ഹാം ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എല്ലിംഗ്ഹാം ഡയഗ്രാം? എല്ലിംഗ്ഹാം ഡയഗ്രാമിൻ്റെ പ്രയോജനം എന്താണ്? പ്രയോജനം പ്രധാനപ്പെട്ടത് രണ്ടെണ്ണം. വി ക്യാൻ സെലക്ട് എ സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജന്റ് ഫോർ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്സ്. നമുക്കറിയാം മെറ്റലർജിയിൽ മെറ്റൽ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്താണ് ക്രൂഡ് മെറ്റൽ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഈ മെറ്റൽ ഓക്സൈഡുകളുടെ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റിനെ തിരഞ്ഞെടുക്കാൻ എല്ലിംഗ്ഹാം ഡയഗ്രാം സഹായിക്കും. മറ്റൊന്ന്, വി ക്യാൻ സെലക്ട് എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഫോർ റിഡക്ഷൻ. റിഡക്ഷൻ അനുയോജ്യമായ ഒരു ടെമ്പറേച്ചർ കണ്ടെത്താൻ എല്ലിംഗ്ഹാം ഡയഗ്രാം സഹായിക്കും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ കപ്പിൾഡ് റിയാക്ഷനാണ്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. എന്തായാലും എല്ലിംഗ്ഹാം ഡയഗ്രാം എന്നുള്ളതിൻ്റെ ഉപയോഗങ്ങൾ ഒന്നെന്താണ്? സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജന്റിനെ കണ്ടെത്താം. മറ്റൊന്ന് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ കണ്ടെത്താം. ഇപ്പം മെറ്റൽ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജന്റ് കണ്ടെത്താനും ആ റിഡക്ഷന് വേണ്ട അനുയോജ്യമായ ടെമ്പറേച്ചർ കണ്ടെത്താനും എല്ലിംഗ്ഹാം ഡയഗ്രാം സഹായിക്കും. ഒന്നുകൂടെ വിശദമാക്കാം. നമ്മൾ ബ്ലാസ്റ്റ് ഫർണേസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ബ്ലാസ്റ്റ് ഫർണേസിൽ നടക്കുന്ന പ്രോസസ്സ്. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിനാണ് ബ്ലാസ്റ്റ് ഫർണേസ് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഇതിലുപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണേസിലെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? കാർബൺ മോണോക്സൈഡാണ്. ഇനി
ഏറ്റവും എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് എല്ലിംഗ്ഹാം ഡയഗ്രം ഒന്ന് പരിചയപ്പെടുത്താം. ബുക്കുകളിലൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ഇതിലിപ്പോൾ ഒരു ഗ്രാഫ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ കാര്യം മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഗ്രാഫുകൾ ഒന്നിച്ചാണ് വരയ്ക്കാറുള്ളത്. അതുകൊണ്ട് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ ആ വലിയ ഗ്രാഫുകൾ കണ്ടാലും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നോക്കൂ, വൈ ആക്സിസിൽ ഡെൽറ്റ ജി 0, എക്സിൽ ആരാണ്? ടെമ്പറേച്ചർ. ഇനി ഈ നീല വര ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? FeOക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മെറ്റൽ ഓക്സൈഡാണ് FeO. ഉണ്ടോ നീല വര? ഈ ചുവപ്പ് വര കാർബൺ മോണോക്സൈഡിന് വേണ്ടിയിട്ടുള്ളതാണ്. കാർബൺ മോണോക്സൈഡ് എന്നുള്ളത് നോൺ മെറ്റലിൻ്റെ ഓക്സൈഡാണ്. കാർബൺ ഈസ് എ നോൺ മെറ്റൽ. മെറ്റൽ ഓക്സൈഡുകൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ ഗ്രാഫ് വരയ്ക്കാറുള്ളത്. എങ്കിലും ഇതിൽ കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാർബൺ മോണോക്സൈഡിൻ്റെ ഡെൽറ്റ ജി 0, കാർബൺ മോണോക്സൈഡിൻ്റെ ഡെൽറ്റ ജി 0 അയൺ ഓക്സൈഡിനേക്കാൾ കുറവാകുന്നത് എപ്പോഴാണ്? ഏത് ടെമ്പറേച്ചറിലാണ്? 1073 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ്. അതായത് ഈ നീല വരയുടെ താഴെ ചുവപ്പ് വര എത്തുന്നത് ഈ 1073 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ്. പ്രത്യേകത ഇതാണ്, ഡെൽറ്റ ജി 0 കുറവുള്ള കാർബൺ മോണോക്സൈഡിന് ഡെൽറ്റ ജി 0 കുറവുള്ള കാർബൺ മോണോക്സൈഡിന് ഡെൽറ്റ ജി 0 കൂടുതലുള്ള അയൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആരെയാണ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്? ഡെൽറ്റ ജി 0 കുറവുള്ളവർക്ക്. ഡെൽറ്റ ജി 0 കുറവുള്ളവർക്ക് ഡെൽറ്റ ജി 0 കുറവുള്ളവർക്ക് ഡെൽറ്റ ജി 0 കൂടിയ മെറ്റൽ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡിന് അയൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. എപ്പോൾ? അറ്റ് 1073 കെൽവിൻ. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ പറ്റൂ. ഹൈ ടെമ്പറേച്ചർ, ബ്ലാസ്റ്റ് ഫർണേസിൽ ടെമ്പറേച്ചർ നന്നായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബ്ലാസ്റ്റ് ഫർണേസിലെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ആ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. FeO പ്ലസ് കാർബൺ മോണോക്സൈഡ് എന്തായിട്ട് മാറും? Fe എന്ന് പറയുന്ന ക്രൂഡ് മെറ്റൽ നമുക്ക് കിട്ടും. Fe പ്ലസ് CO2. Fe പ്ലസ് CO2 എന്ന് പറയുന്ന നമുക്ക് കിട്ടും. Fe പ്ലസ് CO2 ഉണ്ടോ? അപ്പോൾ കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിങ് ഏജൻ്റാണ്. കാർബൺ മോണോക്സൈഡ് ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. കാർബൺ മോണോക്സൈഡിന് അയൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? കാർബൺ മോണോക്സൈഡിൻ്റെ ഡെൽറ്റ ജി 0 ആരേക്കാൾ കുറവാണ്? FeOയേക്കാൾ കുറവാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ എഴുതാം, വേണമെങ്കിൽ അല്ലേ? CO can reduce. CO can reduce. ഒരു സെക്കൻഡ്. CO can reduce. CO അതായത് കാർബൺ മോണോക്സൈഡ്. CO can reduce FeO iron oxide because എന്തുകൊണ്ടെന്നാൽ ഡെൽറ്റ ജി 0 കോപ്പി ചെയ്യാം. ഡെൽറ്റ ജി 0 of CO is lower than that of iron oxide. അപ്പോൾ കാര്യം ക്ലിയർ ആയി. അപ്പോൾ കാർബൺ മോണോക്സൈഡിന് FeO എന്നുള്ളതിനെ FeOയെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം കാർബൺ മോണോക്സൈഡിൻ്റെ ഡെൽറ്റ ജി 0 FeOയേക്കാൾ കുറവാണ്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. കാർബൺ മോണോക്സൈഡിൻ്റെ ഡെൽറ്റ ജി 0 FeOയേക്കാൾ കുറവാണ്. എപ്പോൾ? അറ്റ് 1073 കെൽവിൻ. ആ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് റിഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, CO ക്യാൻ റെഡ്യൂസ് FeO. വേണമെങ്കിൽ എഴുതാം എപ്പോൾ? അറ്റ് 1073 കെൽവിൻ because delta G0 of carbon monoxide is lower than that of FeO. ഈ പോയിന്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ആരെയാണ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുക? ഈ ഗ്രാഫ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഏത് ലൈനാണോ താഴെ നോക്കുക,
ഏത് ലൈനാണോ താഴെ നോക്കുക, താഴെയുള്ളവർക്ക് മേലെയുള്ളവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏത് മെറ്റൽ ഓക്സൈഡിൻ്റെ ഗ്രാഫാണോ താഴെ നോക്കുക, അപ്പോൾ താഴെയുള്ള മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ മെറ്റലിന് മേലെയുള്ള മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. താഴെയുള്ളവർക്ക് മേലെയുള്ളവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം താഴെ വരിക എന്ന് പറഞ്ഞാൽ ΔG0 കുറവാണ്. അപ്പം ΔG0 കുറവുള്ള മെറ്റലുകൾക്ക് ΔG0 കൂടുതലുള്ള മെറ്റൽ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രത്യേകത നന്നായിട്ട് നോക്കുക. കാർബൺ മോണോക്സൈഡാണ് ബ്ലാസ്റ്റ് ഫർണേസിൽ ഉപയോഗിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണേസിലെ റിയാക്ഷൻസ് നമുക്കൊന്ന് നോക്കാം. Fe2O3 Fe3O4 ആയിട്ട് മാറി, Fe3O4 Fe ആയിട്ട് മാറി, Fe3O4 Fe ആയിട്ട് മാറി. കാർബൺ മോണോക്സൈഡാണ് ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് FeO എന്നും എഴുതാം. സിമ്പിളായിട്ട് വേണമെങ്കിൽ FeO എന്ന് എഴുതിയാലും മതി. നേരത്തെ കാണിച്ച പോലെ ഇത് എഴുതിയാലും മതി. അയൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് കാണിക്കാം. സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ പഠിച്ചാലും മതി. Fe2O3 + CO FeO ആയിട്ട് മാറി. FeO പിന്നെ എന്തായിട്ട് മാറും? FeOയും കാർബൺ മോണോക്സൈഡും പ്രവർത്തിച്ച് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. FeOയും കാർബൺ മോണോക്സൈഡും റിയാക്ട് ചെയ്ത് Fe കിട്ടും. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണേസിൽ ധാരാളം റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഈ എലിംഗ്ഹാം ഡയഗ്രാമിന് ഒരു റോളുണ്ട്. ഇപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റിനെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നത് എലിംഗ്ഹാം ഡയഗ്രാമാണ്. അതുപോലെ ടെമ്പറേച്ചർ കണ്ടെത്താനും സഹായിക്കും. ഇപ്പോൾ കാർബൺ മോണോക്സൈഡിന് അയൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. കാരണം എന്താ? ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ കാർബൺ മോണോക്സൈഡിൻ്റെ ΔG0 ആരേക്കാൾ കുറവാകുന്നുള്ളൂ? FeOയേക്കാൾ കുറവാകുന്നുള്ളൂ. ഓക്കെ, ഇനി കുറച്ച് വിശദമായ ഗ്രാഫ് കാണിക്കാം. ഈ ഗ്രാഫ് കുറച്ച് വലിയ ഗ്രാഫാണ്, നമുക്കൊന്ന് നോക്കാം. ഈ ഗ്രാഫ് നോക്കൂ, ഒരുപാട് ഗ്രാഫുകൾ ഉണ്ടോ? FeOയുടെ ഗ്രാഫ്, CO2, CO ഒരുപാട് ഗ്രാഫുകളുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട എന്ന് കരുതിയിട്ടാണ് നേരത്തെ ചെറുതാക്കി വരച്ചത്. ഇവിടെ കണ്ടോ, അലുമിനിയം ഓക്സൈഡിൻ്റെ ഗ്രാഫ്, മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഗ്രാഫ്. അലുമിനിയം ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ കണ്ടോ മഗ്നീഷ്യത്തിന് പറ്റും. അലുമിനിയം ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ മഗ്നീഷ്യത്തിന് പറ്റും. ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഗ്രാഫാണ് മേലെ, അലുമിനിയം ഓക്സൈഡിൻ്റെ താഴെ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ മഗ്നീഷ്യം ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ അലുമിനിയത്തിനും പറ്റും. നമുക്കിത് പഠിക്കാനില്ല, ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏത് ലൈനാണോ മേലെ എന്ന് നോക്കുക. കണ്ടോ, മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ലൈനാണ് മേലെ ഇവിടെ. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ അലുമിനിയത്തിന് പറ്റും. ഇവിടെ എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് താഴെയും അലുമിനിയം ഓക്സൈഡ് മേലെയുമാണ്. അപ്പോൾ അലുമിനിയം ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ ആർക്ക് പറ്റും? മഗ്നീഷ്യത്തിന് പറ്റും. ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. എന്തായാലും എലിംഗ്ഹാം ഡയഗ്രാം ഇതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രാഫ് മാത്രം വേർതിരിച്ചെടുത്ത് പഠിച്ചാലും മതി. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രാഫിൽ നിന്നും മനസ്സിലായ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കാം. ഫോർ റിഡക്ഷൻ ഓഫ് FeO, CO ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ആസ് ഇറ്റ് ഈസ് ഹാവിംഗ് ലോവർ ΔG0 വാല്യൂ. നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. കാർബൺ മോണോക്സൈഡ് ക്യാൻ റെഡ്യൂസ് FeO എബവ് 1073 കെൽവിൻ. 70 എന്നായാലും മതി, 73 കെൽവിൻ. ബിക്കോസ് എബവ് 1073 കെൽവിൻ എന്താ സംഭവിക്കുന്നത്? CO ഹാസ് ലോവർ ΔG0 വാല്യൂ. ഈ 1073 കെൽവിനിലാണ് കാർബൺ മോണോക്സൈഡിൻ്റെ ΔG0 വാല്യൂ കുറയുന്നത്. ΔG0 വാല്യൂ കുറയുമ്പോഴാണ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കിട്ടുന്നത്. ഓക്കെ, ഇനി നേരത്തെ കണ്ട ഗ്രാഫിലെ കുറച്ചുകൂടെ പോയിന്റ്സ് താല്പര്യമുള്ളവർക്ക് നോക്കാം, ഒന്ന് വായിക്കാം. മെറ്റൽ ഓക്സൈഡ്സ് ഹാവിംഗ് ലോവർ ΔG0 വാല്യൂ ക്യാൻ റെഡ്യൂസ് മെറ്റൽ ഓക്സൈഡ്സ് ഹാവിംഗ് ഹയർ ΔG0 വാല്യൂ. നേരത്തെ പറഞ്ഞതാണ്, ΔG0 കുറവുള്ളവർക്ക് കൂടിയ മെറ്റൽ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആ മഗ്നീഷ്യം അലുമിനിയം ആ പോയിന്റ് നോക്കൂ. അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ മഗ്നീഷ്യം ഓക്സൈഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ അലുമിനിയം. 1500 കെൽവിനാണ് ഏകദേശം വരുന്നത്. കാരണം മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഗ്രാഫാണ് മേലെ. ബിലോ എങ്ങനെയായിരിക്കും? ബിലോ 1500 കെൽവിൻ അലുമിനിയം ഓക്സൈഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ മഗ്നീഷ്യം. അപ്പോൾ ആരാണ് മേലെ നോക്കുക? മേലെയുള്ളവരെ താഴെയുള്ളവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ അതിൽ ബാക്കിയുണ്ട്. അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷനാണ്. ഗീവ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം.
അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഓർ നമുക്കറിയാം ബോക്സൈറ്റ്. ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇത് പ്രോസസ്സാണ് ലീച്ചിങ്. അതിനെ വിളിക്കുന്ന പേര് ബെയർ പ്രോസസ്സ് എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ്. ഇനി കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോളിസിസിന് വിധേയമാക്കും. ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബോക്സൈറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ലീച്ചിങ്, അതായത് ബെയേഴ്സ് പ്രോസസ്. കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് സബ്ജക്റ്റഡ് ടു ഇലക്ട്രോളിസിസ്. ദിസ് ഇലക്ട്രോളിസിസ് ഈസ് നോൺ ആസ്, ഒരു പേരുണ്ട്, ഹാൾ ഹെറോൾട്ട് പ്രോസസ്. അപ്പോൾ അലുമിനിയം ഓക്സൈഡിൻ്റെ ഇലക്ട്രോളിസിസിനെ വിളിക്കുന്ന പേരാണ് ഹാൾ ഹെറോൾട്ട് പ്രോസസ്, ഇലക്ട്രോളിസിസ് ഓഫ് അലുമിനിയം ഓക്സൈഡ്. ഓക്കെ, ഇനി ഇലക്ട്രോളിറ്റിക് സെൽ ഒന്ന് കാണാം. അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോളിറ്റിക് സെൽ കണ്ടോ? ഇരുമ്പിൻ്റെ ഒരു ടാങ്കാണ്, ഇരുമ്പിൻ്റെ ടാങ്കാണ്. കാർബൺ ലൈനിങ് ഉണ്ട്, അതാണ് കാഥോഡ് നമ്മുടെ. പിന്നെ ആനോഡ് കാണിച്ചിട്ടുണ്ട്, കാർബൺ റോഡുകളാണ്. അതിങ്ങനെ പാരലായിട്ട് ഒരു ക്ലാമ്പിൻ്റെ മേലെയാണ് തൂക്കിയിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രോലൈറ്റായിട്ട് അലുമിനിയം ഓക്സൈഡ് അതായത് ബോക്സൈറ്റ് ആണ്. കൂടെ നമ്മൾ Na3Al(F6) എന്ന് പറയുന്ന ഒരു സംഭവം ചേർത്തിട്ടുണ്ട്. Na3Al(F6) ആണ്. ഇവിടെ F4 എന്നാണ് എഴുതിയിട്ടുള്ളത്, F6 ആണ്. Na3Al(F6). എൻ്റെ പേര് ക്രയോലൈറ്റ് എന്നാണ്. ക്രയോലൈറ്റ് എന്നാണ് എൻ്റെ പേര്, ക്രയോലൈറ്റ്. അത് ഇലക്ട്രോളിസിസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനും ഈ അലുമിനിയം ഓക്സൈഡ് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ക്രയോലൈറ്റ് ഉപയോഗിക്കുന്നത്. കാഥോഡിലാണ് അലുമിനിയം കിട്ടുന്നത്. ഈ കിട്ടിയ അലുമിനിയം നമുക്ക് ഈ ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് എടുക്കാം. ചിത്രം നോക്കിയാൽ നല്ലതാണ്, ഇനി എളുപ്പത്തിൽ പറയാം. Na3Al(F6) അല്ലെങ്കിൽ കാൽഷ്യം ഫ്ലോറൈഡ് ഉപയോഗിച്ചാലും മതി. Na3Al(F6) അല്ലെങ്കിൽ കാൽഷ്യം ഫ്ലോറൈഡ്. ഇതിനെ ക്രയോലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ക്രയോലൈറ്റ് വേണമെങ്കിൽ ആ പേര് എഴുതാം, ക്രയോലൈറ്റ് എന്നാണ് അതിൻ്റെ പേര്, ക്രയോലൈറ്റ്. അല്ലെങ്കിൽ കാൽഷ്യം ഫ്ലോറൈഡ് ഈസ് ആഡഡ് ടു അലുമിന എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലോവർ ദി മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാനും മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത്. ഓവറാൾ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉണ്ടോ? അലുമിനിയവും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് പ്രൊഡക്റ്റ്. അലുമിനിയം ഓക്സൈഡും കാർബണും തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ആനോഡിൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. ഈ ഓക്സിജൻ കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. ദ ഓക്സിജൻ ലിബറേറ്റഡ് അറ്റ് ദ ആനോഡ് റിയാക്ട്സ് വിത്ത് ദി കാർബൺ ഓഫ് ദി ആനോഡ് ടു പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ആനോഡ് കുറച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകും, കാരണം ഉണ്ടാകുന്ന ഓക്സിജൻ ആനോഡിലെ കാർബണുമായി പ്രവർത്തിച്ച് ആ കാർബൺ അങ്ങനെ തേഞ്ഞ് പോകും. ഓവറാൾ ദ സെൽ റിയാക്ഷൻസ് നോക്കൂ. കാഥോഡിൽ അലുമിനിയം കിട്ടും. കാഥോഡിൽ റിഡക്ഷനാണ് നടക്കുക. അലുമിനിയം 3+, 3 ഇലക്ട്രോണിനെ സ്വീകരിച്ച് അലുമിനിയമായിട്ട് മാറും. കാഥോഡിൽ നമുക്ക് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടുന്നത്. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാം. ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്താണ്? അലുമിന ഈസ് ഇലക്ട്രോലൈസ്ഡ് യൂസിങ് ക്രയോലൈറ്റ്. അലുമിനിയം ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് കാഥോഡ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചു. ഫോക്കസ് ഏരിയയെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ്. അല്പം കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഫോക്കസ് ഏരിയ മാത്രം വെച്ച് പഠിച്ചാൽ മതി. കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കേൾക്കുക, ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാം. ഓക്കെ, ബൈ.